IPL ക്രിക്കറ്റിൽ ആരാധകർക്ക് വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് RCB ഇപ്പോൾ കന്നിക്കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചായിരുന്നു ബംഗളൂരുവിന്റെ കിരീട നേട്ടം. ആദ്യം തുടക്കം മുതൽ തന്നെ ആവേശം എല്ലാ ആരാധകരിലും കാണുവാൻ സാധിക്കുന്ന ഒരു മത്സരമായിരുന്നു ഈ വരും നിമിഷങ്ങളിൽ കടന്നുപോയത്. സജിഷയുണ്ട് വിശദാംശങ്ങളുമായി. സജിഷ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പറയൂ. ഒടുവിൽ 18 വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിൽ ഫലം വന്നിരിക്കുകയാണ്. RCBക്ക് കിരീടം, കന്നി കിരീടം നേടിയിരിക്കുകയാണ്. IPL കിരീടം 6 റൺസിനാണ് ഇപ്പോൾ RCB പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചിട്ടുള്ളത്. കേവലം ഒരു 6 റൺസ് തൊട്ടകലെ പഞ്ചാബ് കിങ്സ് ഇപ്പോൾ വീണിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത RCB 190 റൺസ് എടുത്തു. 191 റൺസായിരുന്നു വിജയലക്ഷ്യം. ആ വിജയലക്ഷ്യവുമായിട്ട് പഞ്ചാബ് ബാറ്റിങ്ങിന് ഇറങ്ങി. തികച്ചും നാടകീയമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു പിന്നീടുള്ള ബാറ്റിംഗ് കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം തുടക്കം തന്നെ ഓപ്പണറായിട്ടുള്ള ഒരു 24 റൺസ് എടുത്തിട്ട് ആദ്യ തുടക്കം തന്നെ ഓപ്പണർ നഷ്ടപ്പെട്ടു പഞ്ചാബിൻ്റെ. പിന്നീട് ശ്രേയസ് അയ്യർ, കഴിഞ്ഞ മത്സരത്തിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഉണ്ടെങ്കിൽ പഞ്ചാബിന് വലിയൊരു വിജയം പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ശ്രേയസ് അയ്യർ 1 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. പക്ഷേ അവസാന ഓവറുകളിൽ ശശാങ്ക് സിംഗും നെഹാൽ വധേരയും കൂടി കളി തിരിച്ചു പിടിക്കുമെന്ന് കരുതിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ നെഹാൽ വധേര പുറത്താകുന്നു. പിന്നീട് ശശാങ്ക് സിംഗ് അവസാന ഓവറിൽ ഒരു തീപ്പാറുന്ന ഒരു ഇന്നിങ്സ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 61 നോട്ട് ഔട്ടുമായിട്ട് ശശാങ്ക് സിംഗ് മത്സരം ബാറ്റിംഗ് പാടവും നല്ലൊരു മികച്ച ബാറ്റിംഗ് പാടവും കാഴ്ചവെച്ചു. പക്ഷേ 6 റൺസിൻ്റെ അകലെ പഞ്ചാബ് വീണിരിക്കുകയാണ്. RCBക്ക് 18 വർഷം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു ടീമാണ്. RCB എന്ന് പറഞ്ഞാൽ നമുക്ക് വിരാട് കോഹ്ലിക്കും കൂടിയുള്ള ഒരു വലിയൊരു വിജയമുഹൂർത്തം കൂടിയാണിത്. കാരണം വിരാട് കോഹ്ലിക്ക് ഇന്ന് വരെ ഒരു കിരീടം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല IPL. ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇതിഹാസമായിട്ടും കോഹ്ലി ഒരു IPL കിരീടം എന്നൊരു വലിയൊരു മോഹം കോഹ്ലിക്ക് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ ആ സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത് സിന്ധൂരി. അങ്ങനെ ഒരു വലിയൊരു ഉന്മാദത്തിൻ്റെ വലിയൊരു നിമിഷങ്ങൾ കൂടി ഇപ്പോൾ RCBയുടെ ആരാധകർക്ക്, കിങ് കോഹ്ലിയുടെ ആരാധകർക്ക് കൂടിയുണ്ട്. കാരണം ഇതൊരു കേവലം ഒരു ടീമിൻ്റെ കൂടി മാത്രമല്ല, ഇന്ത്യയുടെ ഒട്ടേറെ മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഒരു വിജയദാഹിയായിട്ടുണ്ടായിരുന്ന ഒരു കളിക്കാരൻ്റെ, ഒരു ക്രിക്കറ്റ് ഒട്ടേറെ ആരാധകരുള്ള ക്രിക്കറ്റ് ലോകത്ത് തന്നെ ഒട്ടേറെ ആരാധകരുള്ള വിരാട് കോഹ്ലിയുടെ ഒരു ചരിത്ര നിമിഷം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു ക്രിക്കറ്റ് ആരാധകർക്ക് തന്നെ, ഒരു ഇന്ത്യയുടെ ക്രിക്കറ്റിൽ തന്നെ ഒരു വലിയൊരു ഉജ്ജ്വലമായ നിമിഷങ്ങളിൽ കൂടെ തന്നെയാണ് സിന്ധൂരി ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേ സജിഷ പറഞ്ഞ പോലെ തന്നെ ഓരോ ആരാധകരിലും നമുക്ക് ആവേശം കാണുവാൻ സാധിക്കുകയാണ്. RCBയുടെ ആരാധകർ ഒന്നടങ്കം ഈ വിജയത്തെ ആഘോഷമാക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. സജിഷ പറഞ്ഞ പോലെ തന്നെ വിരാട് കോഹ്ലിക്കും ഇത് വലിയൊരു നേട്ടമായി മാറിയിരിക്കുകയാണല്ലേ? സിന്ധുരി, നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ന് വരെ IPLൻ്റെ ചരിത്രം 18 വർഷത്തെ ചരിത്രമുണ്ട്. പക്ഷേ പല താരങ്ങളാണെങ്കിലും പല ടീമുകൾ മാറി മാറി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് വരെ RCB വിട്ട്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ കൂടെ വിട്ട് ഇന്ന് വരെ മറ്റൊരു ടീമിലേക്ക് വിരാട് കോഹ്ലി ചേക്കേറിയിട്ടില്ല. ആ വിരാട് കോഹ്ലിയാണ് ഇപ്പോൾ ഒരു കിരീടം. പക്ഷെ ഒരു തവണ പോലും 4 തവണ IPL 4 തവണ RCB ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 4ാം തവണയാണിത്. ഈ 3 തവണയും കിരീടങ്ങൾ നഷ്ടപ്പെട്ടു. അതായത് തൊട്ടടുത്ത് പടിവാതിൽക്ക് നഷ്ടപ്പെട്ടു. എപ്പോഴും മികച്ച ടീമുകൾ ഉണ്ടായിരുന്നു. കാരണം AB de Villiers പോലെയുള്ള ഒരു വൻ താരനിര ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ വില്ലിയേഴ്സിന് പോലും AB de പോലും കിരീടം നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു സന്തുലിതമായ ഒരു ടീമുമായിട്ടായിരുന്നു ഇത്തവണ RCB വന്നിട്ടുണ്ടായിരുന്നത്. തുടക്കം മുതൽ ഇവർക്കൊരു വിജയദാഹം ഉണ്ടായിരുന്നു. തുടക്കം മുതലാണെങ്കിലും RCB ബൗളിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും എല്ലാം ഒരു മികച്ച ടീം ഇത്തവണ ഈ സീസണിൽ RCBക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ലീഗ് റൗണ്ടിലെല്ലാം പഞ്ചാബിനായിരുന്നു ആധിപത്യം ഉണ്ടായിരുന്നത്. തുല്യ പോയിന്റ് ആയിരുന്നു. 14 മത്സരങ്ങൾ, അതിൽ തന്നെ 9 വിജയങ്ങൾ 2 ടീമുകൾക്കും ഉണ്ടായിരുന്നു. 4 തോൽവികൾ ഉണ്ടായിരുന്നു. ഒരേ പോയിന്റ് ആയിരുന്നു. പക്ഷേ നെറ്റ് റൺ റേറ്റിൽ മാത്രമായിരുന്നു പഞ്ചാബ് മുന്നിലുണ്ടായിരുന്നത്. ക്വാളിഫയറിൽ പഞ്ചാബിനെ തോൽപ്പിച്ചിട്ട് തന്നെയായിരുന്നു നേരിട്ട് ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഫൈനൽ നമ്മൾ തുടക്കം തന്നെ നോക്കുമ്പോഴറിയാം ഒരു വിജയദാഹം വിരാട് കോഹ്ലിയുടെ മുഖത്ത് ഒരു നിശ്ചയദാർഢ്യം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു കിരീടം ഉറപ്പിക്കുക എന്നൊരു ലക്ഷ്യം ഈ ടീം അംഗങ്ങൾക്ക് മൊത്തം ഏറ്റെടുത്തതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യം 190 റൺസിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസ് എടുത്ത് 20 ഓവറിൽ RCBയുടെ ഇന്നിങ്സ് അവസാനിക്കുമ്പോഴും പഞ്ചാബിന് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ചെറിയൊരു ബാറ്റിംഗ് നിര തന്നെ പഞ്ചാബിനുണ്ടായിരുന്നു. പക്ഷേ ഒരു കിടയറ്റ ബൗളിംഗ് നിര, ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും പോലുള്ള ഒരു കിടയറ്റ ബൗളിംഗ് നിര തന്നെ അത് തന്നെയായിരുന്നു വലിയൊരു ശക്തി RCBക്ക് ഉണ്ടായിരുന്നത്. ഈ ഹേസൽവുഡ്, ഭുവനേശ്വർ, നമ്മൾ നേരത്തെ ഈ മത്സരത്തിൽ തന്നെ ഭുവനേശ്വർ ഒരു ടേണിംഗ് പോയിന്റ്, ബ്രേക്ക് ത്രൂകൾ നൽകാൻ ഭുവനേശ്വർ കുമാറിന് സാധിച്ചു. തുടക്കം തന്നെ അതുപോലെ തന്നെ ഹേസൽവുഡ് ആദ്യത്തെ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഹേസൽവുഡ് ആയിരുന്നു. കിങ് കോഹ്ലിക്കാണെങ്കിൽ ഇന്നത്തെ RCBയുടെ ഇന്നിങ്സ് നോക്കിയാൽ തന്നെ അറിയാം
ഇന്നത്തെ ടോപ്പ് സ്കോറർ വിരാട് കോഹ്ലിയാണ്. 43 റൺസ് എടുത്തിട്ട് RCBയുടെ ടോപ്പ് സ്കോററായി നിന്നിട്ടുണ്ടായിരുന്നതും വിരാട് കോഹ്ലിയായിരുന്നു. ബൗളിങ്ങിന് ഇവരുടെ ഫീൽഡിങ്ങിന് ഇറങ്ങുമ്പോഴും കോഹ്ലിയുടെ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻസ്, ആ നിശ്ചയദാർഢ്യം മത്സരത്തിലുടനീളം ഉണ്ടായിരുന്നു. കാരണം ഇതിൽ ശ്രേയസ് അയ്യരുടെ വിക്കറ്റ് വീഴുന്ന ഒരു നിമിഷത്തെ ഒരു ആഹ്ലാദ പ്രകടനമുണ്ട് RCBയുടെ. കാരണം അവർ ആ മോഹിച്ച കപ്പിന് ഏറ്റവും വലിയൊരു തടസ്സം എന്ന് നിൽക്കുന്നത് ശ്രേയസ് അയ്യരായിരുന്നു. ആ ശ്രേയസ് അയ്യരെ ഒരു റൺസിന് പുറത്താക്കുമ്പോൾ തന്നെ RCBയുടെ ക്യാമ്പിൽ ഒരു വിജയദാഹം മണത്തിട്ടുണ്ടായിരുന്നു. RCBയുടെ ആഹ്ലാദ പ്രകടനങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ അത് ഏറെക്കുറെ ബോധ്യമായിരുന്നു. പക്ഷേ അതിനുശേഷവും നല്ലൊരു ബാറ്റിംഗ് പഞ്ചാബ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഒടുവിൽ 6 റൺസ് അകലെ പഞ്ചാബ് വീഴുമ്പോൾ ഒരു 18 വർഷത്തെ കാത്തിരിപ്പ്. കാരണം മുംബൈ ഇന്ത്യൻസ് 5 തവണ ജേതാക്കളായി, ചെന്നൈ സൂപ്പർ കിങ്സ് 5 തവണ ജേതാക്കളായി, MS ധോണിയും രോഹിത് ശർമ്മയും ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ 2 ടീമിൽ നിന്നും കിരീടങ്ങൾ നേടി. പക്ഷേ ഇവർക്കൊപ്പമുള്ള സൂപ്പർ താരമായിട്ടും വിരാട് കോഹ്ലിക്ക് ഇന്ത്യയുടെ ക്രിക്കറ്റ് പൂരമായിട്ടുള്ള IPLൽ ഇതുവരെ കിരീടമുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആ കിരീടദാഹമാണ് ഇപ്പോൾ വിരാട് കോഹ്ലി മായ്ച്ചിരിക്കുന്നത്. ആ കിരീടദാഹമാണ് ഈ ഒറ്റൊരു നിമിഷത്തിലൂടെ കഴുകിക്കളഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ചരിത്ര നിമിഷം തന്നെയാണിത്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു വലിയൊരു ഒരു ഉജ്ജ്വലനായ ഒരു താരം, ഒരു മികച്ചൊരു താരം ഇപ്പോൾ ആ ഒരു സ്വപ്ന കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ആ ടീമാണെങ്കിലും ഒരു സന്തുലിതമായ ടീം, ആ ടീമിൻ്റെ 18 വർഷത്തെ കാത്തിരിപ്പിന് ഇവിടെ അറുതി വന്നിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു 2 ചരിത്ര മുഹൂർത്തങ്ങളുണ്ട്. കാരണം RCBക്ക് ഇത്രയേറെ ആരാധകരുണ്ടായിട്ടുള്ളത് ഒന്ന് ABD പോലുള്ള പ്ലേയേഴ്സ് ഉള്ള കാലത്തുമായിരുന്നു, അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു. കാരണം തുടക്കം മുതൽ ഇന്ന് വരെ ഒരു ടീം പോലും മാറാതെ RCBക്കൊപ്പം ഒരു കപ്പ് പോലും സ്വന്തമാക്കാതെ നിൽക്കുമ്പോഴും RCBയുടെ കൂടെ വിടാതെ ഇപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. അത് കോഹ്ലിയുടെ ആരാധകർക്കും ഒരു വിജയ ആഹ്ലാദ നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്.